ഗുഡ് മോർണിംഗ്. നമുക്ക് എക്സസൈസ് ചെയ്യാം. 10.2-ലെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്യാം. 1 and 2. ഇഫ് m is equal to 2, ഫൈൻഡ് ദ വാല്യൂസ്. ഇപ്പം നമ്മൾ ഈ വാല്യൂസ് കൊടുത്ത് പഠിക്കുവാണേ. നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തത് ഫസ്റ്റ് വൺ m-2. എന്ത് ചെയ്താൽ മതി? m is equal to 2. എമ്മിന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? 2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, is equal to m. Here it is m, then the value is 2. 2 minus 2. 2 minus 2 means 0. Simple അല്ലേ? Okay. Second one ചെയ്യാവേ. 3m minus 5. Okay. The equation is 3m minus 5. Here two terms, 3m and minus 5. 3m means 3 into m. M, what is the value of m? It is 2. Then minus 5. 3 into 2, it is 6. 6 minus 5, it is 1. Simple questions are ഒന്നുമില്ല. നിങ്ങൾക്ക് ഇച്ചിരി പാട് വരുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ ഇനി അടുത്ത് നോക്കും. മറ്റേ നെഗറ്റീവ് വരുമ്പോൾ ഇച്ചിരി പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ. തേർഡ് വൺ 9 minus 5. ഓക്കെ, 9 minus 5 into എമ്മിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം നമുക്ക്? 2. That is 9 minus 5 into 2, 10. Here plus 9 minus 10. Plus minus വന്ന you have to subtract അല്ലേ? സബ്ട്രാക്ട് ചെയ്തിട്ട് ഏത് സൈൻ കൊടുക്കണം? ലാർജർ സൈൻ. 10 9 കുറച്ച് 1 വരും. എന്നിട്ട് ലാർജർ ആരാണ്? 10. അതിന്റെ സൈൻ എത്രയാണ്? -1. It is answer is -1. Okay, fourth one 3m square minus 2m minus 7. Here it is 3 terms, 3m square minus 2m and minus 7. We have to put the values. 3 into m square means m it is 2, then 2 square. First one minus 2 into, what is the value of m? 2. That is 2 into 2, then minus 7. Okay, is equal to 3 into 2 square means 2 into 2. That is 4. Minus 2 into 2, what is 2 into 2? 4, and minus 7 is equal to 4 into 3 എത്രയാണ്? 12 minus 4 minus 7. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നെഗറ്റീവ് സൈൻസ് എല്ലാം ആദ്യം എടുക്കാം. ഏതൊക്കെയുണ്ട് നെഗറ്റീവ്? 7ഉം 4ഉം. 7ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 11 അല്ലേ? അപ്പൊ ഇവിടെ എന്ത് കിടപ്പുണ്ട്? 12 minus 11. 12 minus 11 എത്രയാണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. 1 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ട്, അതൊന്നും ചെയ്യാതെ ഫസ്റ്റില് ഇതൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് ഒത്തിരി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, നിങ്ങൾ പെട്ടെന്ന് ചെയ്യും. അഞ്ചാമത്തതാണ് 5m/2 minus 4 is equal to 5 into 5 എന്ന് പറഞ്ഞാൽ 5 into m. നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എമ്മിന്റെ വാല്യൂ എത്രയാണ്? 2/2 minus 4 is equal to 5 into 2 എത്രയാ? 10/2 minus 4. 10/2 എത്രയാ? 10ഉം 2 കൂടെ ഡിവൈഡ് ചെയ്യാമല്ലോ, 5. That is equal to 5 minus 4. 5 minus 4 എത്രയാ? ആൻസർ 1. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ ചെയ്തു. ഇനി സെക്കൻഡ് വൺ പറഞ്ഞ പോലെ മൈനസ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം. p is equal to -2 ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ചെയ്യാം. 4p plus 7. ഓക്കെ, നിങ്ങൾ തന്നെ പറ. 4p എന്ന് പറഞ്ഞാൽ 4 into p. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് p? -2. ഓക്കെ, ഇത് ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്, അതൊരു ടേം ആയതുകൊണ്ടാണ്. +7. 4 into 2, 8. What is the sign? +4 -2. Plus into minus. Plus minus കൂടെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഏത് സൈനാ വരുന്നത്? മൈനസ്. Then here +7. Okay. Then -8 and +7. നമ്മൾ എന്ത് ചെയ്യണം? പ്ലസും മൈനസും കൂടെ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ 8ന്ന് 7 പോകെ എത്രയാണ്? സോറി 1. വലുതാണ് 8 അല്ലേ? അപ്പൊ 8ന്റെ സൈൻ കൊടുക്കുക. ഇറ്റ് ഈസ് -1. സെക്കൻഡ് വൺ ചെയ്യാം. -3p സ്ക്വയർ plus 4p plus 7. ഓക്കെ, നമ്മളിവിടെ -2 കൊടുക്കാൻ പോവാണേ. വാല്യൂസ് ഒക്കെ 3 into -2
അതിൻ്റെ സ്ക്വയർ -2ൻ്റെ സ്ക്വയർ പ്ലസ് 4p. അപ്പോൾ 4 ഇൻറ്റു -2, ഓക്കെ, ദെൻ പ്ലസ് 7 ഈസ് ഈക്വൽ ടു, നമുക്കിത് ചെയ്യാം, -3 ഇൻറ്റു, നോക്കിയേ, -2ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസാണ്, അപ്പോൾ പ്ലസ് ആകും. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പവറായിട്ട് ഈവൻ നമ്പേഴ്സ് വന്നാൽ മൈനസ് സൈൻ എന്താകും? പ്ലസ് ആകും. ഓഡ് നമ്പേഴ്സ് വന്നാൽ അത് എന്തായിട്ട് തന്നെ കിടക്കും? അതായത് ഞാൻ ഒന്നിട്ട് പറയാം, -2ൻ്റെ സ്ക്വയർ ആണെങ്കിൽ ആൻസർ -4 ആയിരിക്കും. -2ൻ്റെ ക്യൂബ് ആണെങ്കിലോ 2 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക, 8 വരും. സൈൻ എന്നാ വരും? സോറി, ഇത് പ്ലസ് ആണ്, പ്ലസ് ആയിരിക്കും. ഇത് മൈനസ് സൈൻ വരും. മനസ്സിലായല്ലോ? പവർ ഈവൻ ആണെങ്കിൽ സൈൻ പ്ലസ് ആയിരിക്കും. പവർ നമ്മൾ ഇതുപോലുള്ളതിനെ മൈനസിനെ നമ്മൾ പവർ ചെയ്യുമ്പോഴാണ്, പിന്നെ ഓടാണെങ്കിൽ ആൻസറിന്റെ കൂടെ സൈൻ എന്നായിരിക്കും? മൈനസ് ആയിരിക്കും. അത് നോക്കി വെച്ചേക്കണേ. അപ്പം ഇവിടെ വന്നു. അപ്പം ഇവിടെ +4 അല്ലേ? ഓക്കെ, ഇനി പ്ലസ് 4 ഇൻറ്റു 2 8. ഓക്കെ, സൈൻ എന്നായിരിക്കും വരുന്നത്? ഇത് പ്ലസ്, എന്താ പറയട്ടെ, ഇത് പ്ലസ് സൈൻ, ഇത് മൈനസ് സൈൻ. ഒരു പ്ലസും മൈനസും കൂടെ വന്നാൽ, മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്നായിരിക്കും ആൻസർ? -8 + 7 ഈക്വൽ, ഇത് തമ്മിൽ നോക്കിയേ, 4 ഇൻറ്റു 3 12. അഗൈൻ ഹിയർ മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, -8 + 7. ആദ്യം നമുക്ക് മൈനസ് എല്ലാം ഒരുമിച്ച് ചെയ്യാം. ഇത് എത്ര വരും? 12ഉം 8ഉം. 2 മൈനസ് വന്നാൽ എന്നാ ചെയ്യും? ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ. അപ്പൊ 20 -20 + 7. ഇപ്പൊ എന്നാ വന്നു? ഒരു പ്ലസ് ഒരു മൈനസ്. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ഷൻ. അപ്പൊ എത്ര വരും? 13. എന്നിട്ട് വലുതിന്റെ സൈൻ ആരാ? -13. ശരിയല്ലേ? ഓക്കെ, നമുക്കിനി തേർഡ് വൺ ചെയ്യാം. ഈ മൈനസ് വരുമ്പോൾ നിങ്ങൾ ഈ പ്ലസ് മൈനസ് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റിപ്പോ മക്കളെ. തേർഡ് വൺ -2pq -3p² + 4p + 7. മുമ്പത്തെ പോലെ എഴുതാം. -2 ഇൻറ്റു p എത്രയാ? -2ൻ്റെ ക്യൂബ്, ഓക്കെ, -3 ഇൻറ്റു -2ൻ്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -2 + 7. പറയണ്ടല്ലോ, പിയുടെ ഒക്കെ സ്ഥാനത്ത് -2 കൊടുത്താണ്. ഇവിടെ നോക്കിയേ, -2 ഇൻറ്റു 2ൻ്റെ ക്യൂബ് എത്രയാ? 2 3 പ്രാവശ്യം 8. ഞാൻ പറഞ്ഞായിരുന്നു അതിന്റെ പവർ ഓഡാണെങ്കിൽ എന്നായിരിക്കും സൈൻ? -8. ഓക്കെ, ഇനി ഇവിടെ മൈനസ്, ഇവിടെ 3 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4. ഇത് ഈവൻ ആണ്, അപ്പൊ മൈനസ് ഇതെന്താകും? പ്ലസ് ആകും. ഓക്കെ, പ്ലസ് ബ്രാക്കറ്റില്. ഇനി 4 ഇൻറ്റു 2 എത്രയാണ്? 8. പക്ഷെ സൈൻ എന്നാ? ഇത് പ്ലസും ഇത് മൈനസും. അപ്പൊ അതെന്തായിട്ട് മാറും? പ്ലസ് ഇൻറ്റു മൈനസ് എന്നാണ്? -+7. ഓക്കെ, ഇത് നോക്കിയേ, 2 ഇൻറ്റു 8 16. പക്ഷെ മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ അത് പ്ലസ്. ഓക്കെ, ഇവിടെ 4 ഇൻറ്റു 3 12 -12 -8 + 7 ഈക്വൽ. പ്ലസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോണേ. 16ഉം 7ഉം പ്ലസ് ആണല്ലോ. 23 മൈനസ്, ഇനി 2 മൈനസും കൂടെ എത്രയാ? 12ഉം 8ഉം. അപ്പം 20. 2 മൈനസ് വരുമ്പോൾ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഈസ് ഈക്വൽ ടു 23 - 20. അതായത് ഒരു പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് വരുന്നതിന്റെ സൈൻ. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ ആദ്യം പ്ലസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരെണ്ണം പ്ലസ് ചെയ്തു മൈനസ് ചെയ്താണ് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കണം. ആദ്യം 16ഉം 7ഉം കൂടെ പ്ലസ്, രണ്ടും പ്ലസ് ആണ്, അത് രണ്ടും ആഡ് ചെയ്തു, അവരുടെ സൈൻ പ്ലസ്. ഇനി മൈനസ് എല്ലാം കൂടെ ആഡ് ചെയ്യും. മൈനസും കൂടെ വന്ന് ആഡ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. അപ്പൊ 12ഉം 8ഉം അത് ആഡ് ചെയ്തിട്ട് സൈൻ എന്നാ കൊടുത്തു? മൈനസ്. ആൻസർ 3. മനസ്സിലായല്ലോ? അപ്പം മൈനസ് ആയി വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഒന്ന് ശ്രദ്ധിച്ച് പ്ലസും മൈനസും ഒക്കെ ഒന്ന് പഠിച്ച്, മൾട്ടിപ്ലിക്കേഷൻ എന്താ വരുന്നത്, ആഡ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് പ്ലസും മൈനസും വരുന്നത്, അത് പഠിച്ചിട്ട് വേണം കറക്റ്റ് ആയിട്ട് ഇത് എഴുതണേ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നാൽ കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.